السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الذي نزل علينا كتابه الحكيم، والصلاة والسلام على سيدنا محمد المبعوث إلينا ليعلمنا الكتاب والحكمة وعلى آله وصحبه أهل العلم والحلم والحكم. أما بعد. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യ പ്രേക്ഷകരെ, മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവർകളുടെ അൽ ഹികമുൽ അതാഇയ്യ എന്ന കിതാബുൽ ഹികം പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കിതാബുൽ ഹികമിലെ അൽ ഹികമുൽ അതാഇയ്യയിലെ ഒന്നാമത്തെ ഹിക്മത്താണ് ഇന്ന് ഈ പരമ്പരയിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. ഒന്നാമത്തെ ഹിക്മത്ത് ഇങ്ങനെയാണ് മഹാനവർകൾ കൊടുത്തിരിക്കുന്നത്: മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ നുഖ്സാനുർ റജാഇ ഇൻദ വുജൂദി സലൽ. ആദ്യം ഇതിൻ്റെ ഭാഷാർത്ഥം ഒന്ന് പരിശോധിക്കാം. മഹാനവർകൾ പറയാണ്, മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ, കർമ്മങ്ങളുടെ മേൽ, അനുഷ്ഠാനങ്ങളുടെ മേൽ അവലംബം കൊള്ളുന്നു എന്നതിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ് നുഖ്സാനുർ റജാഇ, പ്രതീക്ഷ കുറഞ്ഞു പോവൽ, ഇൻദ വുജൂദി സലൽ, പിഴവുകൾ സംഭവിക്കുമ്പോൾ, പിഴവുകളും പാളിച്ചകളും സംഭവിക്കുമ്പോൾ പ്രതീക്ഷകൾ കുറഞ്ഞു പോകുന്നു എന്നത് ആരാധനാകർമ്മങ്ങൾക്കുമേൽ അവലംബം കൊള്ളുന്നു എന്നതിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ്. ഇതൊന്ന് വിശദീകരിച്ച് പറയാം. ആദ്യമായി അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു ഖായിദ, വലിയ ഒരു സിദ്ധാന്തമുണ്ട്. അഥവാ മനുഷ്യരായ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. മുഅ്മിനീങ്ങളായ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കുന്നവരാണ്. ചെയ്യണമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരും അരുതെന്ന് പറഞ്ഞതൊക്കെ വർജിക്കേണ്ടവരുമാണ്. ഇംതിസാലു അവാമിരില്ലാഹി വജിത്നാബു നവാഹി, ഇതാണല്ലോ തഖ്വ. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുന്നതിന്, ജീവിത വിജയം സമ്പാദിക്കുന്നതിന് അനിവാര്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പടച്ച തമ്പുരാൻ പറഞ്ഞതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക. ആരാധനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറതെറ്റാതെ വേണ്ട പോലെ ചെയ്യുക എന്നുള്ളത്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക, വെടിഞ്ഞു നിൽക്കുക എന്നതും നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ്. അത് നമ്മളൊക്കെ അറിയുന്ന, മനസ്സിലാക്കുന്നവരാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയൊരു വസ്തുത, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ആധാരമായി കാണേണ്ടത് നമ്മുടെ അമലുകളെയല്ല. എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ അമലുകൾ ചെയ്യുന്നു, ഈ അമലുകൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിത വിജയം എന്ന ധാരണ ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നില്ലേ, നിസ്കരിക്കുന്നു; നോമ്പെടുക്കുന്നില്ലേ, നോമ്പെടുക്കുന്നു; ഹജ്ജ്, ഉംറ, സകാത്ത് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ, അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. അതുപോലെ ദിക്റുകൾ ചൊല്ലുന്നു, ഔറാദുകൾ ചൊല്ലുന്നു. ഇങ്ങനെ നാവ് കൊണ്ടും കൽബ് കൊണ്ടും ശരീരാവയവങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള നാനാവിധങ്ങളായ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, ചെയ്യേണ്ടവരാണ്, കൽപ്പിക്കപ്പെട്ടവരാണ്, മുക്കല്ലഫീങ്ങളാണ് നമ്മൾ. എന്നാൽ അപ്പോഴൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട അടിസ്ഥാനപരമായ ഒരു വസ്തുത എന്താണ്? ഈ അമലുകൾ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടും എന്ന ഒരു ധാരണ ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്തരുത്. പിന്നെന്താ വേണ്ടത്? ഈ അമലുകൾക്കപ്പുറം ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷയാണ്. പടച്ച തമ്പുരാൻ്റെ റഹ്മത്ത് കിട്ടണം, അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടണം, അതുകൊണ്ടേ രക്ഷപ്പെടൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ആശയം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഉണ്ടായിട്ടുണ്ടാക്കിയതല്ല. അവരല്ല ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ, അതല്ലെങ്കിൽ ഈ ഒരു അധ്യാപനത്തിൻ്റെ ഉപജ്ഞാതാവ്. പിന്നാരാണ്? മഹാനായ സയ്യിദുനാ ശാരി', അഥവാ ഈ ശറഅ് നമുക്ക് കൊണ്ടുവന്ന നമ്മുടെ എല്ലാമെല്ലാമായ ഹബീബുനാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. നബിതങ്ങൾ പറഞ്ഞു വെച്ചത്, പറഞ്ഞു പഠിപ്പിച്ചത്, അതാണ് ഈ ഹിക്മത്തിലൂടെ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ അദ്ദേഹത്തിൻ്റെതായ വാചകങ്ങളിലൂടെ, വാക്യങ്ങളിലൂടെ നമ്മെ തെറ്റിപ്പെടുത്തുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഒരു ഹദീസുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മറ്റ് മുഹദ്ദിസീങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് വചനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൻ യുദ്ഖില അഹദകും അൽ ജന്നത അമലു. ഖാലു വലാ അൻത യാ റസൂലല്ലാഹ്? ഖാല വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി. എന്താണ് ഈ ഹദീസിൻ്റെ ഉൾപ്പൊരുൾ? അതിൻ്റെ അകപ്പൊരുൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്നു, നിങ്ങളെ ആരെയും ഒരിക്കലും അവൻ്റെ അമലായിട്ട്, അവൻ്റെ കർമ്മങ്ങൾ മാത്രം, അനുഷ്ഠാന കർമ്മങ്ങൾ മാത്രം ഒരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. എന്ന് പറഞ്ഞാൽ അമലുകൾ കൊണ്ട്, ആരാധനാകർമ്മങ്ങൾ കൊണ്ട് മാത്രം
നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന ധാരണ വേണ്ട, അത് ശരിയല്ല. പിന്നെ എങ്ങനെ കയറുക? അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. അതാണ് ഹദീസിൻ്റെ ബാക്കി പറയുന്നത്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ അങ്ങയും അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കർമ്മങ്ങൾ കൊണ്ട്, അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ട്, ആരാധനാകർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കില്ല, സ്വർഗത്തിലേക്ക് പോകൂല എന്നാണോ അങ്ങ് പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, വല അന, സംശയം എന്താ, ഞാനും അതെ. എൻ്റെ അമലുകൾ കൊണ്ട്, എൻ്റെ കർമ്മങ്ങൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം ഞാനും സ്വർഗത്തിൽ പോവില്ല. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ. വെറും റഹ്മത്ത് ചെയ്യാന്ന് മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞത്, റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും. ഇതാണല്ലോ പൊതിയൽ. അതായത് ഇംദ് എന്നാണ്, വാളിൻ്റെ ഉറക്കാണ് ഇംദ് എന്ന് പറയാം. ഒരു വാള് ഉറയിലിട്ട് കഴിഞ്ഞാൽ ഉറയിലിരിക്കുന്ന വാള്, ആ വാളിൻ്റെ എല്ലാ ഭാഗത്തും അതിനെ കവർ ചെയ്തിരിക്കുന്നല്ലോ. അതിൽ നിന്ന്, ആ വാക്കിൽ നിന്നാണ്, ഈ ഇംദ് എന്നതിൽ നിന്നാണ് തഗമ്മദ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഉറയിൽ ഇട്ട വാളിനെ ആ ഉറ എങ്ങനെ പൊതിയുന്നുവോ അതുപോലെ എന്നർത്ഥം. തഗമ്മദ, എന്നെ പൊതിയ. അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്നെ ശരിക്കും പൊതിയ. അങ്ങനെ നടന്നെങ്കിലേ ഞാനും രക്ഷപ്പെടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ അമലുകളിൽ മോശമാണോ? അല്ലല്ലോ. നബി തങ്ങളോളം അമലും ഇബാദത്തും ആരാധനാക്രമങ്ങളുള്ള ആൾ വേറെ ആരെങ്കിലും ഉണ്ടോ സൃഷ്ടിജാലങ്ങളിൽ? ഇല്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രികാലങ്ങളിൽ ഫർളായ ആരാധനാകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറം സുന്നത്തായ കർമ്മങ്ങൾ തന്നെ ചെയ്തിട്ട് തഹജ്ജുദും ഖിയാമുൽ ലൈലും നിർവഹിച്ച് അവിടുത്തെ കാലുകളിലൊക്കെ നീര് വന്ന് വണ്ണം വെച്ചിരുന്നു എന്നുണ്ടല്ലോ. അപ്പോഴാണല്ലോ ആയിഷ ബീവി ചോദിക്കുന്നത്, എന്തിനാണ് നബിതങ്ങളെ അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഫനാഹൂൻ അബ്ദൻ ഷക്കൂറ, അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട അടിമയല്ലേ ഞാൻ, അള്ളാഹു തആലാക്ക് നന്ദി ചെയ്യേണ്ടവനല്ലേ ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറയുന്നത്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടൂ എന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല എന്ന്. ഇമാം ബൂസൂരി തങ്ങൾ ബുർദയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ലലംതു സുന്നത മൻ നഹയല്ലലാമ ഇലാ അനിഷ്തകത ഖദമാഹു ദുർറ മിൻ വറമി. ആ ബുർദ വരി ഇവിടെ വിശദീകരിക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധനാ കർമ്മങ്ങളിൽ എത്രത്തോളം അവിടുന്ന് ബദ്ധശ്രദ്ധരായിരുന്നു എന്ന് കാണിക്കുന്ന എത്രയോ ഹദീസുകളുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണ്? എന്നെ എൻ്റെ റബ്ബ് റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞെങ്കിലല്ലാതെ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കുക. അമലുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ മഅ്മൂരീങ്ങളാണ്, നമ്മൾ മുക്കല്ലഫീങ്ങളാണ്, ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് ഉൾക്കൊള്ളുക. നമ്മൾ പരമാവധി ചെയ്യുക. ഒരു വീഴ്ചയും ഒരു ഉപേക്ഷയും ഒരു അലംഭാവവും അതിൽ കാണിക്കാൻ പാടില്ല. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ അമലുകൾ കൊണ്ടൊന്നുമല്ല നമ്മൾ രക്ഷപ്പെടാൻ പോവുക. നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത്, സ്വർഗ്ഗപ്രവേശം നേടാൻ പോകുന്നത്, ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രമല്ല. പിന്നെ എന്തു വേണം? അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. ഇത് നമ്മൾ ഉൾക്കൊള്ളുക. ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ പിഴവുകൾ, മനുഷ്യ സഹജമാണല്ലോ, തെറ്റുകുറ്റങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് വന്നുപോകും. തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുകയാണ് ഷെയ്ഖ് അവർകൾ അല്ലെങ്കിൽ ഈ ഹൈക്കുമത്ത് എന്നൊരിക്കലും ആരും തെറ്റിദ്ധരിക്കേണ്ട. മനുഷ്യ സഹജമാണ് തെറ്റുകുറ്റങ്ങൾ. കുല്ലു ഇബ്നി ആദമ ഖത്താ വ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ എന്ന ഹദീസിലുണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, കുല്ലു ഇബ്നി ആദമ ഖത്താ, എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യും. കുല്ലു എന്നാ പറഞ്ഞ, എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, അവരൊക്കെ അള്ളാഹു ഇസ്മത്ത് കൊണ്ട് കാക്കും. അതുപോലെ മഹാന്മാരായ ഔലിയാക്കൾക്ക് അള്ളാഹു തആലാന്റെ ഹിഫ്ള് ഉണ്ടാകും. അതല്ലാതെ സാധാരണ മനുഷ്യന്മാരായ നമ്മളൊക്കെ തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും വീഴ്ചകളും അതുപോലെ തന്നെ സ്ഖലിതങ്ങളുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകും. അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യുക? ഉടൻ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നല്ലാതെ ആശ മുറിഞ്ഞ് ഭഗ്നാശരായി ഞാനാകെ നശിച്ചുപോയി, എൻ്റെ ഉഹ്റവി ജീവിതം കൊഞ്ഞാട്ടയായിപ്പോയി, ഇനി ഒരിക്കലും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയനായിപ്പോയി എന്ന് നമ്മൾ വിധിയെഴുതി ഒരിക്കലും നമ്മൾ തിരിഞ്ഞടക്കാൻ പാടില്ല. കാരണം അങ്ങനെ നമ്മൾ ഭഗ്നാശരാകുന്നത്, ആശ മുറിയുന്നതാണ് പിശാചിൻ്റെ അവൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം, അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നിരാശയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. വഹൽ യഖ്നതു മിർ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ആശയിൽ ആർക്കാ നിരാശ വരും? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടൽ ആരാണ്? ആശ മുറിഞ്ഞു പോവൽ ആരാണ്? അത് കാഫിര്യങ്ങളാണ്, സത്യനിഷേധികളാണ്.
അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, ഈമാനുള്ളവർ ഒരിക്കലും അള്ളാഹുവിലുള്ള പ്രത്യാശ കൈവിടില്ല. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. തെറ്റുകുറ്റങ്ങൾ ചെയ്തവരോട് അള്ളാഹു തആല യാ ഇബാദി എന്നാ വിളിക്കുന്നത്. എൻ്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, ഭഗ്നാശരായി പോകരുത്. ആശാപൂർണമായി, പ്രത്യാശാനിർഭരമായി മുന്നോട്ട് പോകാൻ വിശ്വാസിക്ക് കഴിയണം. അപ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു ജല്ലത്ത്, ഒരു സ്ഖലിതം ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴേക്ക് നമ്മുടെ ആശ മുറിഞ്ഞു പോവുക എന്ന് പറഞ്ഞതിനർത്ഥം നുഖ്സാനുർ റജാ, അതാണ് നുഖ്സാനുർ റജാ, പ്രതീക്ഷ മുറിഞ്ഞു പോവുക. അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ മുറിഞ്ഞു പോവുക എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ അമലുകൾക്ക് മേൽ അവലംബം കുറിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ അമലുകൾ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന ധാരണ നമുക്കുണ്ട് എന്നാണ്. അത് പാടില്ലാത്തതാണ്. ആ ധാരണ പാടില്ലാത്തതാണ്. നമ്മുടെ അമലുകൾ കൊണ്ടാണ്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന ധാരണ മിഥ്യാധാരണയാണ്. അത് ഒരു മൗഢ്യമാണ്, തെറ്റിദ്ധാരണയാണ്, പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പാകപ്പിഴവുകളോ ജല്ലാത്തുകളോ എന്തെങ്കിലും സ്ഖലിതങ്ങളോ തെറ്റുകുറ്റങ്ങളോ സംഭവിച്ചു പോയാൽ നമ്മൾ ആശ മുറിഞ്ഞു പോകരുത്, പ്രത്യാശ കുറഞ്ഞു പോകരുത്. നമ്മൾ ഉടൻ തൗബ ചെയ്യണം, അള്ളാഹുവിലേക്ക് മടങ്ങണം. ആ തെറ്റിൽ നിന്ന് തുടരണമെന്നല്ല അർത്ഥം. ആ തെറ്റിൽ തുടരണമെന്നല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടല്ലോ, അള്ളാഹു കാരുണാവാനാണല്ലോ, എനിക്ക് എത്രയും തെറ്റ് ചെയ്യാമെന്നല്ല. നേരെ മറിച്ച് നമ്മൾ തൗബ ചെയ്തുകൊണ്ട് ആ പാപം ഉടനടിയോടെ നിർത്തിവെക്കണം. ഇഖ്ലാഉ മിനദ് ദംബ് വേണം. ദോഷങ്ങളിൽ നിന്ന് വിരമിച്ച് അതിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ വിട്ടു നിന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പ്രത്യാശയോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അള്ളാഹു എന്നെ കൈവിടില്ല, അള്ളാഹു എന്നെ ഒരിക്കലും നിരാശനാക്കില്ല, അവനവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിയും, എന്നെ സ്വീകരിക്കും. ഇത് തെളിയിക്കുന്ന എത്രയോ ഹദീസുകളുണ്ട്. വിശദീകരണം ഞാൻ ചുരുക്കുന്ന ഒരൊറ്റ സംഭവം മാത്രം പറയാം. നമ്മുടെ മഹാന്മാരുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങളുടെ സമാനമായത് ഒന്ന് മാത്രം പറയാം. അബൂനുവാസ് എന്ന് പറഞ്ഞ പേരിൽ കവി ഉണ്ടായിരുന്നു. അബൂനുവാസ് പഴയ കാലത്ത് ജീവിച്ച ഒരു കവിയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ആ കാലക്കാരനാണ്. അബൂനുവാസിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യൗവനകാലവും ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും എന്ന് പറയാം അദ്ദേഹം വളരെ വഷളായ ആഭാസകരമായൊരു ജീവിതം നയിച്ച ആളാണ്. അദ്ദേഹത്തിന് കള്ളിനോട്, ലഹരി വസ്തുക്കളോട് അതിനോടൊക്കെ വലിയ അഭിനിവേശവും വലിയ താല്പര്യവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മുഴുവനും നിറഞ്ഞു തുളുമ്പുന്നത് മദ്യത്തോടുള്ള ആസക്തിയായിരുന്നു, ലഹരി വസ്തുക്കളോടുള്ള അഭിനിവേശമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സജ്ജനങ്ങളും അദ്ദേഹത്തെ വെറുത്തു. കാരണം ജീവിതകാലം മുഴുവനും ഇങ്ങനെ കള്ളും ലഹരി വസ്തുക്കളും മറ്റുമായി അതിനെ പ്രകീർത്തിച്ചു പാടലും ഇങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തോട് ഒരു വിരക്തി, താല്പര്യക്കുറവ്, നീരസം ഒക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്ന മുഹമ്മദ് ബിൻ നാഫിയ എന്നവരൊരു ചരിത്രം പറയണം. ആ ചരിത്രമാണ് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്. മുഹമ്മദ് ബിൻ നാഫിയ ഒരു വലിയ മഹാനാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ സുഹൃത്തായിരുന്നു അബൂനുവാസ്. പക്ഷേ എനിക്ക് അബൂനുവാസിനോട് പല വിഷയങ്ങളും നേരത്തെ പറഞ്ഞത് തന്നെ ആവാം. കാരണം എനിക്ക് അബൂനുവാസിനോട് ചില ചില താല്പര്യക്കുറവ് തോന്നി. അങ്ങനെ പിന്നെ എനിക്ക് അദ്ദേഹത്തോട് ഒരു അടുപ്പം കുറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നു, ഞങ്ങൾ പിണങ്ങി എന്നർത്ഥം. അങ്ങനെ അവസാന കാലം അബൂനുവാസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾ പിണങ്ങിയിട്ടാണ് കഴിഞ്ഞത്. പിന്നെ പെടുന്നതിനെ ഞാൻ അറിയുന്നത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. ആ പിണക്കകാലത്താണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. പെടുന്നതിന് ഞാൻ ആകെ ഷോക്കായിപ്പോയി. എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് അടുക്കാനൊന്നും കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇങ്ങനെ മരണം സംഭവിച്ചു പോയി. ഞാൻ വല്ലാതെ വിഷമിച്ചു, ഒരുപാട് കരഞ്ഞു. എൻ്റെ സുഹൃത്തിൻ്റെ ആ ആകസ്മിക മരണവാർത്ത അറിഞ്ഞ് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ ഒരു മയക്കത്തിലേക്ക് പോയി. മുഹമ്മദ് ബിൻ നാഫിയ തങ്ങൾ പറയാം, മഹാന്മാരൊക്കെ ഉദ്ധരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹം പറയാം, ഞാനിങ്ങനെ ഒരു മയക്കത്തിലേക്ക് പോയി. ഉറക്കാണോ എന്ന് ചോദിച്ചാൽ ഉറക്കല്ല, ഒരു മയക്കത്തിലേക്ക് പോയി. അപ്പോഴാ അബൂനുവാസിനെ കാണുന്നു ഞാൻ. അബാനുവാസ് എന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം അബൂനുവാസ് പറഞ്ഞു, ഇല്ല, ഞാനിപ്പം വേറെ ലോകത്താണ്, അതുകൊണ്ട് ഓമനപ്പേരിനൊന്നും ഇവിടെ പ്രസക്തിയില്ല, ഓമനപ്പേരുകൾക്കൊന്നും ഇവിടെ റേഞ്ചില്ലാത്ത ലോകത്താണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്, എൻ്റെ പേരെടുത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അബൂനുവാസ് എന്നത് ഓമനപ്പേരാണ്. അബു, ഉമ്മ എന്നൊക്കെ കൂട്ടിയത് അറബികൾ ഓമനപ്പേരിൽ എന്ന് പറയും, കുഞ്ഞത്ത് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരിൽ വിളിക്കാൻ വേണ്ടി അപ്പോൾ മുഹമ്മദ് ബിൻ നാഫിയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരിൽ വിളിച്ചു, യാ ഹസൻ ബിൻ ഹാനി. അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ ബിൻ ഹാനി എന്ന ആ പേരെടുത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം വിളി കേട്ടു, അബൂനുവാസ് വിളി കേട്ടു. അപ്പോൾ അബൂനുവാസിനോട് ചോദിച്ചു ഇദ്ദേഹം, മുഹമ്മദ് ബിൻ നാഫിയ ചോദിക്കുകയാണ്, എന്താണ് മാ ഫഅല ബിക റബ്ബുക്, മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ചെന്നപ്പോൾ എങ്ങനെയാണ് പഠിച്ച റബ്ബ് എങ്ങനെയാണ് നിങ്ങളെ സമീപിച്ചത്? അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ റബ്ബ് എന്നോട് വളരെ കരുണാമയനാണ്, എനിക്ക് വലിയ സന്തോഷം തന്നു, എനിക്കിവിടെ കാര്യങ്ങളൊക്കെ വളരെ റാഹത്താണ്. അപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെടുക മുഹമ്മദ് ബിൻ നാഫിയ. കാരണം ജീവിത കാലഘട്ടം മുഴുവനും വളരെ വഷളായ അല്ലെങ്കിൽ ആഭാസകരമായ ഒരു ജീവിതം നയിച്ചു എന്നുള്ളതാണ് ഇവരൊക്കെ അറിവ്. പക്ഷേ അദ്ദേഹം പറയുന്നത് വലിയ സന്തോഷം, വലിയ ഭാഗ്യം, വലിയ സൗഭാഗ്യം, വലിയ വിജയം. അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ജീവിത കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ റബ്ബിൽ വലിയ പ്രത്യാശയായിരുന്നു.
ഞാൻ രക്ഷപ്പെടാനുള്ള ഒറ്റ കാരണം ഞാൻ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ എഴുതിയ ചില വരികളാണ്. ആ എഴുതിയ വരികൾ ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ എൻ്റെ കിടക്കവിരിയുടെ താഴ്ഭാഗത്തിന് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാണ്. അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു. അബൂ നുവാസിൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് മുഹമ്മദ് ബിൻ നാഫി അത്ഭുതപ്പെടുക. പെട്ടെന്ന് അദ്ദേഹം ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അദ്ദേഹത്തിന് ആകെ വല്ലാത്തൊരവസ്ഥ, അത്ഭുതം, വിസ്മയം. അദ്ദേഹം ഉടനടി അബൂ നുവാസിൻ്റെ വീട്ടിലേക്ക് കുതിച്ചു. അബൂ നുവാസ് വരുന്നത് കണ്ടപ്പോൾ, മുഹമ്മദ് ബിൻ നാഫിയ വരുന്നത് കണ്ടപ്പോൾ അബൂ നുവാസിൻ്റെ കുടുംബാദികളൊക്കെ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞു. കാരണം അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ. അവരെല്ലാവരും കരയാൻ തുടങ്ങി. അബൂ നുവാസിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു ഇദ്ദേഹം. എന്നിട്ട് കുടുംബക്കാരോട് ചോദിച്ചു, മുഹമ്മദ് ബിൻ നാഫിയ, അബൂ നുവാസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും കവിതകൾ എഴുതിയിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ മരണശയ്യയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു കടലാസും പേനയും മഷിക്കുപ്പിയും ഒക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങളത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ നുവാസിൻ്റെ കുറിച്ചുള്ള ഈ വർത്തമാനം കേട്ടപ്പോൾ മുഹമ്മദ് ബിൻ നാഫിയ തങ്ങൾ ചോദിച്ചു, എന്നാൽ നിങ്ങളെനിക്ക് സമ്മതം തരുമോ? ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ, അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക്, അദ്ദേഹം കിടന്ന കിടക്കയാണെന്ന് പരിശോധിക്കട്ടെ, ആ പരിസരം പരിശോധിക്കട്ടെ. അവർ പറഞ്ഞു, എന്താ കുഴപ്പം, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണല്ലോ, നിങ്ങൾ വന്നോളൂ, നോക്കിക്കോളൂ. അദ്ദേഹം കയറി വന്നു. അബൂ നുവാസ് കിടന്നിരുന്ന ഒരു വിരിപ്പൊക്കെ മാറ്റി നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. പിന്നെയും അടുത്ത വിരിപ്പ് പൊക്കി നോക്കുമ്പോൾ അതിനകത്തൊരു കടലാസ് കഷ്ണം. ആ കടലാസ് കഷ്ണം അദ്ദേഹം കൈകളിലെടുത്തു. അദ്ദേഹം അത്ഭുതത്തോടു കൂടി ആ വരികൾ വായിക്കാവ. സുന്ദരമായ കവിതകളാണ്. അബൂ നുവാസ് നിമിഷ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ പല വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കവിതകൾ അറബി സാഹിത്യത്തിലെ ഒരു അത്ഭുതമാണ്. അറബി സാഹിത്യ ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വലിയ അനുഗ്രഹീത കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിത അബൂ നുവാസ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് എഴുതിയ അവസാനത്തെ കവിത അതിങ്ങനെയായിരുന്നു: യാ റബ്ബി ഇൻ അദുമദ് ദുനൂബി കസ്റതൻ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅളമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു മാലി ഇലൈക വസീലത്തുൻ ഇല്ലർ റജാ വജമീലു അത്ഫിക സുമ്മ ഇന്നി മുസ്ലിമു. അദ്ദേഹം പറയാണ്, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ അല്ലാഹുവേ, ഇൻ അദുമദ് ദുനൂബി കസ്റതൻ, എൻ്റെ ദോഷങ്ങൾ ആധിക്യത്താൽ വളരെ വലിയതാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വലിയ ദോഷിയും കുറ്റക്കാരനുമൊക്കെ ആണെങ്കിലും, ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅളമു, എനിക്കൊരു കാര്യം ഉറപ്പാണ്, എനിക്കറിയാം നിൻ്റെ അഫ്വ് എൻ്റെ ദോഷങ്ങളെ അപ്പുറമാണ്. എൻ്റെ ദോഷം പാടുകൊണ്ട് വലിയ ദോഷിയാണ് ഞാൻ, പക്ഷേ എൻ്റെ ദോഷങ്ങളുടെ അളവിൻ്റെ അപ്പുറമാണ്, ആ അളവിലും മീതയാണ്, അതുക്കും മീതയാണ് അള്ളാഹുവേ നിൻ്റെ അഫ്വ്, നിൻ്റെ കാരുണ്യം എന്നെനിക്കറിയാം, നിൻ്റെ മാപ്പ് എന്നെനിക്കറിയാം. ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു, അള്ളാഹുവേ നിൻ്റെ അടുക്കൽ പ്രതീക്ഷയോടെ വരുന്നത് നന്മ ചെയ്യുന്നവരും അതുപോലെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തവരും മാത്രമാണ് എങ്കിൽ, ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു, എന്നെ പോലെയുള്ള കുറ്റവാളികൾ പിന്നെ ആരെടുത്തേക്കാ പോവുക? നല്ലവരെ മാത്രമേ നീ സ്വീകരിക്കൂ, നല്ലവർക്ക് മാത്രമേ നീ കാരുണ്യം കൊടുക്കൂ എന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള കുറ്റവാളികൾ പിന്നെ ആരോടാ ചെന്ന് അഭയം തേടുക? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമാണ്. മാലി ഇലൈക വസീലത്തുൻ ഇല്ല റജ, അള്ളാഹുവേ നിന്നിലേക്ക് എനിക്ക് ഒരു വഴിയില്ല റജ, പ്രതീക്ഷയല്ലാതെ. വജമീലു അത്ഫിക, നിൻ്റെ വളരെ ഭംഗിയാർന്ന സൗന്ദര്യമാർന്ന നിൻ്റെ മാപ്പും കാരുണ്യവും അല്ലാതെ, നിൻ്റെ ആ കനിവുമല്ലാതെ. തുമ്മ അന്നി മുസ്ലിമു ഔ തുമ്മ ഇന്നി മുസ്ലിമു, പിന്നെ ഞാൻ മുസ്ലിമാണല്ലോ, എന്തായിട്ട് വന്നാലും ഞാൻ മുസ്ലിമാണല്ലോ, നിനക്കെല്ലാം കീഴൊതുങ്ങിയ മുസ്ലിമാണല്ലോ ഞാൻ, ഇസ്ലാം മതം വിശ്വസിച്ച ആളാണല്ലോ ഞാൻ, അതുകൊണ്ട് റബ്ബെ എന്നോട് ഓർക്കണം. ഈ കവിതയാണ് അദ്ദേഹം അവസാനമായി എഴുതിയത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട്, മുഹമ്മദ് ബിൻ നാഫിയയോട് സംവദിച്ചുകൊണ്ട് പറയുന്നതും അതാണ്. ആ അവസാനം എഴുതിയ കവിത അതൊറ്റൊന്നുകൊണ്ട് മാത്രം അള്ളാഹു എന്നെ വിജയിപ്പിച്ചിരിക്കുകയാണ്, പടച്ചോൻ എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ചരിത്രരേഖകളിൽ നമുക്ക് മറ്റൊരു സംഭവം കൂടെ അബൂ നുവാസിനെ കുറിച്ച് തന്നെ കാണാം. അത് മറ്റൊന്നുമല്ല, ഇമാമിന് ഷാഫിഈ റഹിമഹുല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചവരാന്ന് പറഞ്ഞല്ലോ. ഷാഫിഈ ഇമാമിന് പോലും അബൂ നുവാസിനോട് താല്പര്യക്കുറവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതശൈലി കൊണ്ടാവാം. ഇങ്ങനെ വഷളൻ ജീവിതം, ആഭാസ ജീവിതം നയിക്കുന്ന ആളോട് ഷാഫിഈ ഇമാമിനെ പോലെയുള്ള ഒരു പരമസാത്വികനായ മനുഷ്യന് സ്വാഭാവികമായും താല്പര്യക്കുറവുണ്ടാവുമല്ലോ. അബൂ നുവാസ് മരിച്ചെന്ന് കേട്ടപ്പോഴും ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ചെല്ലാനോ മയ്യിത്ത് നിസ്കരിക്കാനോ ഒന്നും ആദ്യം കൂട്ടാക്കിയില്ല. പിന്നെ അദ്ദേഹത്തിന് വിവരം കിട്ടി, അബൂ നുവാസ് ഇങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിത ഇന്നതാണ്. ഈ വരികൾ ഞാനീ പറഞ്ഞ, ഈ പാടി അർത്ഥം വെച്ച ഈ വരികൾ അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന ക്ഷണങ്ങളിൽ അദ്ദേഹം എഴുതിയതാണ് എന്നുള്ള വിവരം കിട്ടുമ്പോൾ ഷാഫിഈ ഇമാം മനസ്സിലാക്കിയില്ല, അബൂ നുവാസ് ചില്ലറക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ ആ കവിത മതിയാകും അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിത വിജയം നേടാനെന്ന് മനസ്സിലാക്കി. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന് അബൂ നുവാസിനോട് വലിയ മതിപ്പും ബഹുമാനവും സ്നേഹമൊക്കെ തോന്നാൻ. അങ്ങനെ അങ്ങോട്ട് ചെന്നു, അവർ കരഞ്ഞു. മാത്രമല്ല അബൂ നുവാസിൻ്റെ പേരിൽ നിസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് വന്നു, മയ്യിത്ത് നിസ്കരിച്ചു. അത് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ, പണ്ഡിതന്മാരും സാധാരണക്കാരും അടക്കമുള്ള ആളുകളൊക്കെ അബൂ നുവാസിൻ്റെ പേരിൽ നിസ്കരിച്ചു. ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പം അദ്ദേഹത്തിൻ്റെ അവസാന വരികളുടെ സന്ദേശം എന്താണ്? അള്ളാഹുവിലുള്ള റജാ, അള്ളാഹുവിലുള്ള അമൽ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ,
ആ പ്രതീക്ഷ അതൊരിക്കലും കൈവിടാതെ റബ്ബിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ്. ഇതാണ് മഹാനായ ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ, അമലുകളുടെ മേൽ നമ്മൾ അവലംബം കൊള്ളുക എന്നതിൻ്റെ തെളിവുകളിൽ പെട്ടതാണ് നുഖ്സാനുർ റജാ, പ്രതീക്ഷ കുറഞ്ഞു പോകൽ, ഇൻദ വുജൂദി സലൽ, പാകപ്പിഴവുകൾ സംഭവിച്ചു പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ മുറിഞ്ഞു പോകുക, കുറഞ്ഞു പോകുക എന്നത് നമ്മൾ നമ്മുടെ അമലുകളുടെ മേൽ തന്നെ ചാരണം കൊള്ളുന്നു, അവലംബം കൊള്ളുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷ കുറഞ്ഞു പോകാൻ പാടില്ല, അള്ളാഹുവിലുള്ള പ്രതീക്ഷയും കുറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ പ്രതീക്ഷ കുറഞ്ഞു പോയാൽ, പ്രത്യാശ കുറഞ്ഞു പോയാൽ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ത്, നമ്മുടെ അമലുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ രക്ഷപ്പെടുക, എൻ്റെ രക്ഷാമാർഗം എൻ്റെ അമല് തന്നെയാണ് എന്ന മിഥ്യാധാരണയിൽ നമ്മളും പെട്ടു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ ധാരണ മിഥ്യാധാരണയാണ്, അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല, ശരിയായ ഒരു വിശ്വാസമല്ല. ശരിയായ വിശ്വാസം പിന്നെ എന്താണ്? അമലുകളൊക്കെ നമ്മൾ ചെയ്യും, അല്ലാഹു തആല നമ്മളോട് അമൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംശയം ഇത് പറയുമ്പോൾ ഖുർആനിൽ തന്നെ ഇല്ലേ പലയിടങ്ങളിൽ ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്ത കാരണത്താൽ നിങ്ങൾ അമൽ ചെയ്യുക, നിങ്ങൾ അമൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്നത് കിട്ടും എന്നൊക്കെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ അല്ലാഹു തആല നമ്മളോട് തക്ലീഫ് ചെയ്തു, അമൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നമുക്ക് അല്ലാഹു തആല ഒരു പ്രത്യാശ തരാൻ വേണ്ടി പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ഈ അമലുകൾ ചെയ്തു എന്നതിൻ്റെ പേരിൽ സ്വർഗത്തിന് നമ്മൾ അവകാശികളായും തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് അത് അല്ലാഹു തഫദ്ദുലൻ മിൻഹു വ തലത്തുഫൻ നമ്മളോട് പറഞ്ഞതാണ്. ഇതൊന്നുകൂടെ വിശദീകരിക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നല്ല ഒരു പിതാവ്, നല്ല ഒരു വാപ്പ, ആ വാപ്പ ആഗ്രഹിക്കുന്നു തൻ്റെ മകനെ നല്ല ലക്ഷണങ്ങൾ, നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ള കുട്ടിയായി വളരണം എന്നാഗ്രഹിക്കുക. അതിൽപ്പെട്ട നല്ലൊരു സ്വഭാവമാണ് പാവങ്ങളോടുള്ള കരുണ, പട്ടിണിപ്പാവങ്ങളോട്, ഫക്കീറന്മാരോട്, മിസ്കീന്മാരോടൊക്കെ കാരുണ്യമുള്ള, ദയാവായ്പുള്ള, സ്നേഹവാത്സല്യമുള്ള ഒരു കുട്ടിയായി, ഒരു മനുഷ്യനായി എൻ്റെ മോൻ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാപ്പ. അങ്ങനെ വാപ്പ വീട്ടിലിങ്ങനെ ഇരിക്കുക, മോനും ഇങ്ങനെ വീട്ടിലിരിക്കുക. ആ സമയത്ത് ഒരാൾ വന്ന് കോളിംഗ് ബെല്ല് പ്രസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ആഗതൻ വന്നു, ഫക്കീറാണ്, മിസ്കീനാണ്, വല്ലതും ചോദിച്ചു വന്നു. അപ്പോൾ വാപ്പാൻ്റെ കയ്യിലാണ് പൈസ ഉള്ളത്, കുട്ടീൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ചെറിയ കുട്ടിയാന്ന് നോക്കുക, ചെറിയ കുട്ടിയാണോ, അവൻ്റെ കയ്യിലായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വാപ്പ നേരെ അങ്ങ് പൈസ കൊടുക്കുന്നതിന് പകരം വാപ്പ എന്ത് ചെയ്തു, ഈ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ നമ്മുടെ വീട്ടുപടിക്കൽ വന്ന ആ ഫക്കീറിന് അല്ലെങ്കിൽ ആ മിസ്കീൻ, ആ പാവപ്പെട്ട ആൾക്ക് ഈ ഒരു 100 രൂപ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ആ 100 രൂപ ഈ മോൻ്റെ കയ്യിൽ കൊടുത്തു. മോൻ ആ 100 രൂപ ആ മിസ്കീൻ്റെ ഫക്കീറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഫക്കീർ മിസ്കീൻ കടന്നുപോയി, സന്തോഷപൂർവ്വം നന്ദിയൊക്കെ പറഞ്ഞ ആൾ കടന്നുപോയി. ഈ മോൻ വീട്ടിനകത്തേക്ക് വന്നപ്പോൾ വാപ്പ, മോൻ മാഷാ അല്ലാ, നല്ല ഒരു കാര്യമാണ് മോൻ ചെയ്തത്, നല്ല ഒരു കാര്യമാണ് നീ ചെയ്തത്, വളരെ നല്ല ഒരു പ്രവർത്തനമാണ്, ഇങ്ങനെയാണ് നല്ല കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പ എന്ത് ചെയ്തു, ഒരു നല്ലൊരു ചോക്ലേറ്റ് മോന് കൈ കൊടുക്കുകയാണ് സന്തോഷമായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് സത്യത്തിൽ ഇവിടെ പറയുമ്പോൾ ഇതിലിപ്പോൾ എന്താണ്, ഈ കുട്ടി എന്താ പറയിക്കുന്നത്? കുട്ടി ഇപ്പോൾ ഇത്ര വലിയ അനുമോദനമോ ഇങ്ങനെ മിഠായിയോ വലിയ സമ്മാനമോ പാരിതോഷികമോ ഒന്നും ശരിക്കും അർഹിക്കണില്ലല്ലോ. കാരണം കുട്ടീൻ്റെ പൈസ അല്ലല്ലോ കൊടുത്തത്. പൈസ കൊടുത്തത് ആരാ? പൈസ കൊടുത്തത് വാപ്പാൻ്റെ പൈസ തന്നെയാണ്. വാപ്പ ഈ പൈസ മോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഫക്കീറിൻ്റെ മിസ്കീനിന് കൊടുക്കുന്നത് പറയുകയെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും അതൊരു തലത്തുഫിൻ്റെ ഭാഗമായി, ഒരു തഫദ്ദുലിൻ്റെ ഭാഗമായി, മോനോടുള്ളൊരു വാത്സല്യത്തിൻ്റെ ഭാഗമായിട്ട് മോനത് ചെയ്തപ്പം പറഞ്ഞ പണി മോൻ ചെയ്തല്ലോ. അവൾ ആ ഫക്കീറിന് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തല്ലോ. അപ്പോൾ അതിലുള്ള ഒരു സന്തോഷ പ്രകടനം എന്ന രീതിയിൽ വാപ്പ സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നമ്മുടെ അമലുകൾക്ക് പടച്ചോൻ സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞത്, നിസ്കരിച്ചാൽ, നോമ്പുവറ്റാൽ, തഹജ്ജുദ് നിസ്കരിച്ചാൽ, അതുപോലെ മറ്റ് കർമ്മങ്ങൾ, അമലുകളൊക്കെ ചെയ്താൽ, പല അമലുകൾ ഞാൻ ഉദാഹരണങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ഈ അമലുകളൊക്കെ ചെയ്താൽ നമുക്ക് അല്ലാഹു തആല സ്വർഗ്ഗം തരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തല്ല, ഇത് നമ്മളെ അമലുകൾക്കുള്ള വിലയാണ്. ഈ അമലുകൾ ചെയ്തതോടുകൂടി സ്വർഗ്ഗം നമ്മൾ ഡിസർവ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇനി ഒരു കുട്ടിക്കും സ്വർഗ്ഗം നമ്മിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയൂല എന്ന അർത്ഥത്തിൽ അത് നമ്മുടെ ഒരു അനിവാര്യമായും നമുക്ക് പടച്ചോൻ സ്വർഗ്ഗം തരൽ ആ പടച്ചോൻ്റെ മേലിൽ കടമയായി, ഇനി ഒരിക്കലും നമുക്ക് സ്വർഗ്ഗം തരാതിരിക്കാൻ പറ്റൂല, അത് റബ്ബിൻ്റെ മേലൊരു കടം പോലെയായി എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. അത് പടച്ചോൻ അവൻ്റെ കാരുണ്യം കൊണ്ട്, തഫദ്ദുൽ കൊണ്ട് നമ്മളോട് പറഞ്ഞതാണ്. ഈ മിഠായി കൊടുത്ത പോലെ അല്ലാഹു തആല നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇതിനപ്പുറം ഇതൊക്കെ റബ്ബിൻ്റെ കാരുണ്യത്തിലാണ്, അള്ളാഹുവിൻ്റെ ഫضലും അള്ളാഹുവിൻ്റെ റഹ്മത്തും. അതാണ് നമ്മുടെ രക്ഷ. അതുമാത്രമാണ് നമ്മുടെ രക്ഷയും പ്രതീക്ഷയും. അതല്ല നമ്മളാരും വിചാരിക്കേണ്ട ഞാനോ നിങ്ങളോ നമ്മുടെ അമലുകൾ കൊണ്ടാണ്, നമ്മുടെ നിസ്കാരം കൊണ്ടാണ്, നമ്മുടെ നോമ്പ് കൊണ്ടാണ്, നമ്മുടെ സക്കാത്ത് കൊണ്ടാണ്, നമ്മുടെ ഹജ്ജും ഉംറയും കൊണ്ടാണ്, നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ടാണ്, നമ്മുടെ ദിക്റും ഔലാദും ഹദ്ദാത്തും റാത്തീബും കൊണ്ടാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പോവുക, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗ്ഗത്തിൽ കടക്കും എന്നൊരു നിത്യാധാരണ നമുക്ക് വേണ്ട. അമലുകളൊക്കെ നമ്മൾ ചെയ്യുക,
പൂർവാധികം ശക്തിയോടെ ചെയ്യുക, ഒരു കുറവും വരുത്തരുത്, ഒരു ഭംഗവും വരുത്തരുത്. അതോടൊപ്പം നമുക്ക് എപ്പോഴും പ്രതീക്ഷ വേണ്ടത് ഇലാഹി റഹ്മത്തക്, അള്ളാഹുവേ നിൻ്റെ റഹ്മത്ത് നിനക്കതാ, അള്ളാഹുവേ നിൻ്റെ റഹ്മത്ത്. ആ റഹ്മത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. റബ്ബിൻ്റെ റഹ്മത്തും റബ്ബിൻ്റെ ഫضലും നമ്മൾ ഈ ചെയ്തതൊക്കെ അള്ളാഹ് സ്വീകരിക്കട്ടെ. നമ്മൾ അമലുകളൊക്കെ ചെയ്തു, അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് നോക്കുക. എന്താ ഒരു കാര്യം? ദാനധർമ്മങ്ങളുടെ ദാനധർമ്മമോ, രക്തസാക്ഷിയുടെ രക്തസാക്ഷിത്വമോ, അതുപോലെ പണ്ഡിതൻ്റെ പാണ്ഡിത്യമോ, ഒരു അനുഷ്ഠാന കർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളുടെ അനുഷ്ഠാന കർമ്മങ്ങളോ ഒന്നും ആഖിറത്തിൽ പക്ഷേ രക്ഷയ്ക്കെത്തില്ല എന്ന് ഹദീസിലുണ്ടല്ലോ. അതെന്താ? അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കണം, അതിന് റബ്ബിൻ്റെ റഹ്മത്ത് വേണം. പടച്ചോൻ സ്വീകരിക്കാതിരുന്നാൽ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹ് സ്വീകരിക്കൽ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ അള്ളാഹു തആലാൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിലേ ഇതൊക്കെ സ്വീകാര്യമാവൂ. ആ റഹ്മത്ത് കൊണ്ടേ നമ്മൾ രക്ഷപ്പെടൂ. അതുകൊണ്ട് ആ റഹ്മത്തിൽ പ്രതീക്ഷയുള്ള ഒരു വ്യക്തി, അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തിൽ പ്രത്യാശ പുലർത്തുന്ന ഒരു വ്യക്തി, ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിൻ, ഒരിക്കലും അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പാകപ്പിഴവുകളോ സംഭവിക്കുമ്പോഴേക്ക് അവൻ ആശ മുറിഞ്ഞ് നിരാശപ്പെട്ടു പോവില്ല. നിരാശപ്പെട്ടു പോകുന്നത് അത് ആർക്കാണ് വലിയ സന്തോഷം നൽകുക? ഇബ്ലീസിനാണ്, ശൈത്താനാണ്. നമ്മളെ വഴിപിഴപ്പിക്കാൻ, നമ്മൾ നന്മയിൽ നിന്ന് അകന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നമുക്ക് അദുവായി, നമ്മുടെ ശത്രുവായി ഖുർആൻ അള്ളാഹു നമുക്ക് പ്രഖ്യാപിച്ചു തന്ന ഇബ്ലീസുൽ ലഈനാണ്, ശൈത്താനാണ്. അവൻ്റെ ആഗ്രഹമാണ്, അവൻ്റെ പദ്ധതിയാണ്, അവൻ്റെ സ്വപ്നമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ കുറഞ്ഞു പോകണമെന്ന്. അവനെപ്പോഴും എന്തെങ്കിലും ഒരു പാകപ്പിഴവുകൾ നമ്മിൽ നിന്ന് സംഭവിക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ വസ്വാസിട്ട് തരും, നമ്മുടെ ആശ മുറിക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാ? ആശ മുറിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവിലേക്കുള്ള വഴി ഒഴിവാക്കിയിട്ട് നമ്മൾ പിന്നെ ഇബ്ലീസിൻ്റെ വഴിയെ, പിശാചിൻ്റെ വഴിയെ, ദുർബോധനങ്ങളുടെ വഴിയെ, മറ്റ് ശരീരേച്ഛകളുടെ വഴിയെ പോകും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ട് ഇബ്ലീസിനെ, ശൈത്താനെ, നമ്മുടെ ദേഹേച്ഛകളെ നമ്മൾ പരാജയപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോവുക. ഇതാണ് ഈ ഹിക്മത്തിൻ്റെ അർത്ഥം. മിൻ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമൽ, അമലുകളുടെ മേൽ നമ്മൾ അവലംബം ചെയ്യുന്നു, അമലുകളുടെ മേൽ നമ്മൾ പൂർണ്ണാവലംബം നമ്മുടെ അമലുകളുടെ മേലിലായി പോകുന്നു എന്നതിൻ്റെ തെളിവാണ് നുഖ്സാനുർ റജാഇ ഇൻദ വുജൂദി സലൽ. പാകപ്പിഴവുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിലുള്ള പ്രത്യാശ, അള്ളാഹുവിലുള്ള റജാ, പ്രതീക്ഷ കുറഞ്ഞു പോവുക എന്നുള്ളത്, പ്രതീക്ഷ മുറിഞ്ഞു പോവുക അല്ലെങ്കിൽ കുറഞ്ഞു പോവുക എന്നുള്ളത് അമലുകൾക്കുമേൽ നമ്മൾ അവലംബം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ അമലുകൾക്ക് മേൽ നമ്മൾ അവലംബം ചെയ്യാൻ പാടില്ല. നമ്മുടെ അവലംബം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മുകളിലായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മുടെ അവലംബമാകുമ്പോൾ, വെറും അമലുകൾക്ക് മുകളിലുള്ള അവലംബം നമ്മൾ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മൾ അവലംബം കൊള്ളുമ്പോൾ നമുക്കൊരിക്കലും പാകപ്പിഴവുകൾ സംഭവിക്കുന്ന വേളയിൽ പോലും, തെറ്റുകുറ്റങ്ങളോ പാകപ്പിഴവുകളോ സ്ഖലിതങ്ങളോ സംഭവിക്കുമ്പോൾ പോലും നമ്മുടെ റജാ കുറഞ്ഞു പോവില്ല. അപ്പോൾ കിതാബുൽ ഹൈക്കമിൽ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ഒന്നാമത്തെ ഹിക്മത്തായി ഇത് വെക്കുന്നത് തന്നെ എന്തിനാണ്? ആത്മീയതയുടെ വഴിയിൽ പ്രവേശിക്കുന്ന ഒരു വിശ്വാസി, ആത്മീയതയുടെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന, പ്രവേശിക്കുന്ന ഒരു മുഅ്മിൻ, ഒരു സാലിഖ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആത്മീയതയുടെ അന്വേഷകൻ, അല്ലെങ്കിൽ ആത്മീയ വിജയത്തിൻ്റെ, ആത്മജ്ഞാനത്തിൻ്റെ അന്വേഷകൻ, അവൻ്റെ മനസ്സിലെപ്പോഴും പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ കിരണങ്ങളാവണം. ഒരിക്കലും നിരാശയുടെ ഇരുട്ടാവരുത്. നിരാശയുടെ ഇരുട്ട് അവൻ അകറ്റണം, നിരാശയുടെ തമസ്സകറ്റണം. അവിടെ പ്രത്യാശയുടെ ആ ഒരു പൊൻതിരിവെട്ടം, അത് കതിരൊളി വീശണം. ആ പ്രത്യാശയുടെ പ്രകാശത്തിലാണ് മുഅ്മിനായ മനുഷ്യൻ മുന്നോട്ട് അള്ളാഹുവിലേക്കുള്ള ആ സഞ്ചാരത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വജസാക്കുമുല്ലാഹു ഖൈറ വശുക്രൻ ലക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.